സോ ഹായ് ഓൾ, വെൽക്കം ടു EZB അക്കാഡമി. എല്ലാ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 16ഓളം തസ്തികകളിലേക്ക് നമ്മുടെ PSCയിൽ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന നമ്മൾ കാത്തിരുന്ന നമ്മുടെ വോട്ടർകൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് വന്നിട്ടുണ്ട്, ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന MVD ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ പറയുന്ന സംശയങ്ങളും അതേപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുണ്ടായ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എന്തെല്ലാമെന്ന് നോക്കിയാലോ, നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഓക്കെ, അത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് എടുത്ത് പരിശോധിക്കാം. നമ്മുടെ ഗസറ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് 30/5/2026 ആണ്. 26/2026 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് 1/7/2026 ആണ്. അതായത് അടുത്ത മാസം 1-ാം തീയതി വരെ എന്ത് ചെയ്യുന്നുണ്ട്, ദിവസം നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മുടെ MVD ഉണ്ടല്ലോ അല്ലെ, നമ്മൾ ഈ പറയുന്ന റോഡിലൂടെ നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് നിനക്ക് ലൈസൻസ് ഉണ്ടോടാ, അല്ലെ നമ്മൾ ഈ പറയുന്ന വണ്ടിക്കകത്ത് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പിടിച്ചു നിർത്തി നമ്മളെ ചോദ്യം ചെയ്ത് നമ്മുടെ MVD ഉണ്ടല്ലോ. അപ്പം നമുക്ക് ലൈസൻസ് ഒക്കെ തരുന്ന നമ്മുടെ MVDയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന നമ്മുടെ തോളത്ത് സ്റ്റാർ വെച്ചിട്ടുള്ള ആ ഒരു തസ്തിക തന്നെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ളതാണ് തസ്തികയുടെ പേര്. ഓക്കെ അല്ലേ, ഏകദേശം 45,600 മുതൽ 95,600 വരെ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പേ സ്കെയിലുണ്ട്. പിന്നെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ മുൻകാലങ്ങളിൽ വന്ന നോട്ടിഫിക്കേഷനകത്ത് ഈ പറയുന്ന രീതിയിൽ ഒരു ചെറിയൊരു നമ്പർ ഓഫ് വേക്കൻസീസ് ആയിരുന്നു അത് പ്രതിപാദിച്ചിരുന്നത്. ഏകദേശം 10-30ഓളം വേക്കൻസിയാണ് ഉണ്ടായിരുന്നത് അന്ന്, അതായത് ഇത്ര 2-3 വർഷം മുമ്പ് വന്നിട്ടുണ്ടായ നോട്ടിഫിക്കേഷനകത്ത്. പക്ഷേ അതിനകത്ത് ഏകദേശം 120-122 അടുപ്പിച്ചങ്ങാണ്ട് അഡ്വൈസുകൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ടുണ്ട്. അതിന്റെ കോൺഗ്രസിന് കാലാവധി ഉണ്ട്. അപ്പോൾ ഇതുവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അത്രയും അഡ്വൈസ് ഇതുവരെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് 2/1/1986 1/1/2005 ഇവിടെ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന PSC എഴുതാനുള്ള ഒരു ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 4 വർഷം കൂടെ കൂട്ടി, ഈ പറയുന്ന പല തസ്തികൾക്ക് 4 വർഷം വരെ കൂട്ടി പലതിനും എന്തായിട്ട് മാറ്റണം, 36 എന്ന് പറയുന്ന 40 വയസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ MVDയിലും 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം, അല്ലെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. പിന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ 21 മുതൽ 40 എന്ന് പറയുന്നത് ഈ ജനറൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ്, അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളുകളുടെ ഏജ് ലിമിറ്റ് ആണ്. ഓക്കെ, ഈ SC ST OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് പൊതുവേ ലഭിക്കുന്ന ആ റിലാക്സേഷൻ ഇവിടെ എന്താണ്, ബാധകമാണെന്ന് അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ SSLC ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം ഉണ്ടായിരിക്കണം. അത് കൂടാതെ തന്നെ ഒരു ഡിപ്ലോമ 3 വർഷക്കാലം വരുന്ന ഡിപ്ലോമ, അതിനകത്ത് എന്ത് വേണം, ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവാർഡഡ് ബൈ ദ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 3 വർഷത്തെ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക്, അല്ലെ 3 വർഷ ഡിപ്ലോമയാണ്, IT അല്ല, 3 വർഷത്തെ ഡിപ്ലോമയാണ്. അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ, അതായത് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു അവസരമാണിത്, അല്ലേ. അപ്പോൾ കഴിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗാർത്ഥി 3 വർഷം ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ജോലി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷിക്കാം. ഓക്കെ, അതേപോലെ തന്നെ എനി ക്വാളിഫിക്കേഷൻ either of the above discipline declares equivalent to the above diplomas by central government, state government must hold a valid driving license. അതായത് ഈ പറയുന്ന ഹെവി ആയിക്കോട്ടെ, ഹെവി വെഹിക്കിൾസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ 2 വീലർ 4 വീലർക്ക് ഓടിക്കാൻ അറിയാവുന്നവർ, അതിൽ ലൈസൻസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ബെനിഫിറ്റ് ആണ്. അത് മാത്രമല്ല അത് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കണം, നിർബന്ധമാണെന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നുണ്ട്. മസ്റ്റ് ഹോൾഡ് എ കറന്റ് വാലിഡ് ഡ്രൈവ് ലൈസൻസ് അതോറൈസിംഗ് ഹിം ടു ഡ്രൈവ് മോട്ടോർ സൈക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് ആൻഡ് ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ. അല്ലെ ഇപ്പോൾ ഹെവി വെഹിക്കിൾസും 4 വീലറും 2 വീലർ ഓടിക്കാനുള്ള ലൈസൻസ് കയ്യിലുള്ളവർക്കും നല്ല അവസരമാണ്. കാരണം ഇതും ഈ 3 കാര്യങ്ങൾ, ഒന്നാമത് 10ാം ക്ലാസ് പാസ്സാവണം, രണ്ടാമത് ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ, അത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് മേടിച്ചാൽ മതി. ഓക്കെ, മൂന്നാമതായിട്ട് ഹെവി 2 വീലർ 4 വീലർ
ഈ പറയുന്നത് ഓടിക്കാൻ ഉള്ള ലൈസൻസ്, വാലിഡ് ലൈസൻസ് ഓടിക്കാൻ അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷിക്കാം. ഇത്രയും പറയുമ്പോൾ തന്നെ കുറേ പേരകത്തുനിന്ന് എന്ത് ചെയ്യും, പോവും. ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരുപാട് പേര് എന്ത് ഔട്ടാവും. കാരണം ഈ പറയുന്ന എല്ലാവർക്കും ഹെവി ഉണ്ടാവണമെന്നില്ല, അല്ലേ? അതേപോലെ തന്നെ ഈ പറയുന്ന വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന രീതിയിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണമെന്നില്ല, അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു നല്ല അവസരമാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ട് ഈ MBA ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു യൂണിഫോം ജോലിയാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ചെന്നെത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് അതിന് പ്രത്യേകത. ഓക്കെ അല്ലേ? പിന്നെ മറ്റ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറയുന്നതിന് ഫിസിക്കൽ അതേപോലെ മെഡിക്കലൊക്കെ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഒരു യൂണിഫോം തസ്തികയാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന കുറച്ച് ക്രമീകരണങ്ങളുണ്ട്. ഈ പറയുന്ന ആണുങ്ങൾക്ക് 165 സെന്റിമീറ്റർ നീളം, പെണ്ണുങ്ങൾക്ക് 152 സെന്റിമീറ്റർ നീളം, 81 സെന്റിമീറ്റർ ചെസ്റ്റ് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ പൊതുവെ മെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടാവണം. കാഴ്ച ബന്ധപ്പെട്ട് 6x6 സ്നെല്ലൻ ഉണ്ടാവണം, അല്ലെ നിയർ ഡിസ്റ്റൻറ്റ് വിഷൻ, നിയർ വിഷൻ എന്ന് പറയുന്നത് 0.5 സ്നെല്ലൻ ഉണ്ടായിരിക്കണം. കളർ ബ്ലൈൻഡ്നസ് മറ്റു കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത് ഓൾറെഡി അറിയാം. ഇപ്പോൾ ലൈസൻസ് ഉള്ളവർക്ക് പൊതുവെ ഈ കളർ ബ്ലൈൻഡ്നസ് ഉണ്ടാകാൻ പാടില്ലല്ലോ, അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ കുറച്ച് മെഡിക്കലൊക്കെ ഫിറ്റ് ആയിരിക്കണം, മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. പിന്നെ പ്രൊബേഷൻ ട്രെയിനിങ് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്ത് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026. ഓക്കെ. അപ്പോൾ 1-ാം തീയതിക്ക് മുമ്പ് ഇഫ് യു ആർ എലിജിബിൾ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1-ാം തീയതിക്ക് മുമ്പ് തന്നെ നമ്മുടെ PSC സൈറ്റിൽ കയറി എന്ത് ചെയ്യുക, അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഒട്ടും വൈകിപ്പിക്കേണ്ട, നിങ്ങളുടെ പഠനം തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ സംശയം കാണും, സാറേ എങ്ങനെയാണ് പഠനം തുടങ്ങേണ്ടത്, ഈ പറഞ്ഞ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. കാരണം ഈ തസ്തികയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. ഞാൻ ഈ പരീക്ഷ തൊട്ട് മുമ്പ് എഴുതിയിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ACDB അക്കാഡമിയിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രത്യേക ഒരു ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന തസ്തികയിലേക്ക് നമ്മൾ AMVI 2026 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കി. ഈ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിലേക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു ഡെയിലി സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. സ്റ്റഡി പ്ലാൻ ആണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഈ പറയുന്ന ക്ലാസ്സുകൾ പോകും. ക്ലാസ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീക്കിലെയും മോക്ക് ടെസ്റ്റുകൾ കാണും. സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളായിരിക്കും പോവുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു പോകുന്ന ക്ലാസ്സുകളെ ബന്ധപ്പെട്ട നോട്ടുകൾ, PDF നോട്ടുകളൊക്കെ അവിടെ അവൈലബിൾ ആവുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന മേഖലയിൽ പഠിപ്പിച്ച് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ താഴെ കാണുന്ന നമ്മൾ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ പറയുന്ന ഡിപ്ലോമ ആയി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഓക്കെ, ചിലപ്പോൾ ഇത് കാണുന്നപ്പോൾ ഡിഗ്രി ഉള്ളവരായിരിക്കാം, +2 ഉള്ളവരായിരിക്കും, IT ഉള്ളവരായിരിക്കാം, അല്ലേ? അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഡിപ്ലോമയൊക്കെ ഉണ്ട്, ഈ പറയുന്ന യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണ്, അവർക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന MVDയിലേക്ക് ഒന്ന് കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപേക്ഷ അയക്കാൻ പറയുക. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ? അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ തുടങ്ങുക. ഇപ്പോൾ തന്നെ തുടങ്ങുക കേട്ടോ. ഇപ്പോൾ തന്നെ തുടങ്ങാം. ഒന്നും നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. നാളത്തേക്ക് മാറ്റി വയ്ക്കുന്ന എല്ലാം നീണ്ടു പോത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും നാളത്തേക്ക് മാറ്റി വയ്ക്കാതെ തീരുമാനമെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുക. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ്, അങ്ങനെ ഒരു സ്റ്റാർട്ട് നിങ്ങൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ജീവിതത്തിൽ നല്ലൊരു വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഓക്കെ. അപ്പം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.